ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹദീസുകളിലും അതുപോലെ തന്നെ അതിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലുമൊക്കെ ദുആഇന് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന വിഭാഗങ്ങളെ പലരെയും പരിചയപ്പെടുത്തുന്നുണ്ട് എങ്കിൽ തന്നെയും മഹാന്മാരായ തസവുഫിന്റെ ഉലമാ പ്രത്യേകം എടുത്തു പറഞ്ഞ 7 വിഭാഗമാണ് ഇന്ന് നമ്മൾ തുടക്കത്തിൽ സംസാരിക്കുന്നത്. അതായത് ഈ പറയാൻ പോകുന്ന 7 വിഭാഗത്തിന്റെ ദുആ അള്ളാഹു പെട്ടെന്ന് ഉത്തരം ചെയ്യുമെന്നാണ് മഹാന്മാരെ പഠിപ്പിച്ചത്. നമുക്ക് നോക്കാം. സബഅത്തുൽ ലം യറുദ്ദല്ലാഹു ദഅവതഹും മദ്ലൂമു വാലിദു ദൂ സൗമിൻ വദൂ മർളി വദഅവത്തുൽ ലിഅഖിൻ ബിൽ ഗൈബി സുമ്മ നബി ലിഉമ്മത്തിൻ സുമ്മ ദൂ ഹജ്ജിൻ ബിദാക ഖുളീ. മനോഹരമായ വരികൾ. 7 വിഭാഗത്തിന്റെ ദുആ അല്ലാഹു തട്ടുകയില്ല. അതിൽ ഒന്നാമത്തെ വിഭാഗം മദ്ലൂമാണ്. മദ്ലൂം എന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കപ്പെട്ടവൻ, ആക്രമിക്കപ്പെട്ടവൻ, വിഷമം ഉണ്ടായവൻ. അങ്ങനെയുള്ള ആള് ഏത് മതക്കാരനാണെന്ന് പോലും നോക്കൂല. മതഭേദമന്യേ അവരുടെ ദുആക്ക് പെട്ടെന്ന് ഉത്തരവുണ്ടെന്ന വേദനിപ്പിക്കപ്പെട്ടവന്റെ ദുആ. ഒന്നാമത്തേത് മദ്ലൂമാണ്. രണ്ടാമത്തേത് മാതാപിതാക്കളാണ്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്ത പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന. മദ്ലൂമായ നിലക്ക് മാതാപിതാക്കൾ മക്കൾക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അതിവേഗം കിട്ടും. മദ്ലൂമിന്റെ ദുആ ഓൾറെഡി ഉത്തരം ഉള്ളതാണ്. വേദനിപ്പിക്കപ്പെട്ടവൻ വിഷമത്തോടു കൂടെ ദുആ ചെയ്ത ഉത്തരം കിട്ടും. അത് മാതാപിതാക്കൾക്ക് മക്കളിൽ നിന്ന് വേദന ഉണ്ടാവുകയാണെങ്കിൽ മാതാപിതാക്കൾ എന്ന സ്ഥാനത്തെ പരിഗണിച്ചുകൊണ്ടും വേദനിച്ചവൻ എന്ന സ്ഥാനത്തെ പരിഗണിച്ചുകൊണ്ടും അല്ലാഹു പെട്ടെന്ന് ഉത്തരം ചെയ്യുന്നു. അതുകൊണ്ടാണ് മക്കൾക്ക് ശാപവാക്ക് മാതാപിതാക്കൾ അവരുടെ വായ കൊണ്ട് പറഞ്ഞു മക്കളെ അത് പെട്ടെന്ന് ബാധിക്കുമെന്നാണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തേത് വേദനിപ്പിക്കപ്പെട്ടവൻ, ആക്രമിക്കപ്പെട്ടവൻ. രണ്ടാമത്തേത് മാതാപിതാക്കൾ. മൂന്നാമത്തേത് സൗമിൻ, പരിശുദ്ധ റമളാനിൽ കുറ്റമറ്റ നിലയിൽ ഒരു നോമ്പെടുക്കാൻ കഴിഞ്ഞ നോമ്പുകാരന്റെ ദുആ പെട്ടെന്ന് ഉത്തരമുണ്ട്. പിന്നെയോ നാലാമത്തേത് രോഗിയാണ്. ഒരു രോഗിയെ സന്ദർശിക്കാൻ ചെല്ലുന്നവർ രോഗിയോട് എനിക്കും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് വസിയത്ത് പറഞ്ഞ പോരിൽ പുണ്യമാണെന്നാ മഹാന്മാർ പഠിപ്പിച്ചത്. കാരണം രോഗിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് നേരം അവിടെ ഇരിക്കാൻ പാടില്ല, ഒരുപാട് സംസാരിക്കാൻ പാടില്ല. രോഗിക്ക് സന്തോഷം തോന്നുന്ന വാക്കുകൾ മാത്രം ചോദിച്ച് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് കടന്നു പോരണം. എന്നാലും അവിടെ ഒഴിവാക്കണ്ട, രോഗിയോട് ദുആ ചെയ്യാൻ പറഞ്ഞു. രോഗിയുടെ ദുആക്ക് ഉത്തരമുണ്ടെന്ന മഹാന്മാർ പഠിപ്പിക്കുന്നത്. അഞ്ചാമത്തേത് വദഅവത്തുൽ ലിഅഖിൻ ബിൽ ഗൈബി സുമ്മ നബി, തന്റെ സഹോദരന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ദുആ. ആരും ബോധിപ്പിക്കാനല്ല, തന്റെ സഹോദരന്റെ ആവശ്യങ്ങൾ അവൻ അറിയുന്നില്ല, അവൻ കേൾക്കുന്നില്ല. അങ്ങനെയുള്ളോടത്ത് വെച്ചിട്ട് ചെയ്യുന്ന ദുആ അല്ലാഹു വേഗം സ്വീകരിക്കുമെന്നാ മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ളത്. അസാന്നിധ്യത്തിൽ തന്റെ സഹോദരന് വേണ്ടിയിട്ട് ചെയ്യുന്ന ദുആ. പിന്നെ ആറാമത്തേത് ഒരു പ്രവാചകന്റെ സമൂഹത്തിന് സമുദായത്തിന് വേണ്ടി ചെയ്യുന്ന ദുആ. ഏഴാമത്തെ ദുആ ഹജ്ജ് കഴിഞ്ഞ ഉടനെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറയൊക്കെ കഴിഞ്ഞിട്ട് ഹറമിൽ വെച്ച് ഹജ്ജ് ചെയ്യുന്ന ദുആ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന 7 വിഭാഗത്തിന്റെ ദുആഇന് പെട്ടെന്ന് ഉത്തരം കിട്ടും. ഇതിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞു രോഗിയുടെ ദുആക്ക് ഉത്തരമുണ്ട്. രോഗിയുടെ ദുആഇന് പെട്ടെന്ന് ഉത്തരമുണ്ട്. ഒരു സംഭവം പറയാം. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ചില്ലറക്കാരനല്ല. ഹസൻ ബസ്രി താബിഈങ്ങളുടെ നേതാവാണ്. ഹസൻ ബസ്രി ഇൽമു കൊണ്ട് താബിഈങ്ങളുടെ നേതാവാണ്. ഏറ്റവും നന്നായി ഫിഖ്ഹ് അറിയാവുന്ന മഹാപണ്ഡിതൻ, താബിഈങ്ങളിൽ പ്രമുഖൻ, പ്രധാനി, താബിഈങ്ങളുടെ നേതാവ് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനായ അബൂ ഉസ്മാനുൽ ഹിന്ദി തങ്ങൾക്ക് രോഗം വന്നു. ഹസൻ ബസ്രി തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതനും സൂഫിയുമായ മഹാനായ അബൂ ഉസ്മാനുൽ ഹിന്ദി റളിയല്ലാഹു അൻഹുവിന് രോഗം വന്നു. ഞങ്ങൾ മഹാനവറുകളെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. അവിടെ ചെന്ന ഉടനെ മഹാനായ അബൂ ഉസ്മാൻ തങ്ങളോട് ഒരാൾ പറഞ്ഞു, തങ്ങളൊന്ന് ദുആ ചെയ്യുമോ?
ഞങ്ങളൊക്കെ ആമീൻ പറയാം, അങ്ങ് ദുആ ചെയ്യോ? രോഗിയോടാ പറയുന്നത്. രോഗി വലിയ മഹാനാണ്, ചെന്നവരൊക്കെ നല്ല വിവരമുള്ളവരാണ്. മഹാനവറുകളോട് ദുആ ചെയ്യാൻ പറഞ്ഞു. യാ അബാ ഉസ്മാൻ ഉദ്ഉല്ലാഹ ബിദഅവാതിൻ, അങ്ങ് ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യുമോ? ഫഖദ് ബലഗക ഫീ ദുആഇൽ മരീദ് മാ ഖീല ഫീഹി, ഒരു രോഗിയുടെ ദുആഇന് പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന് ഹദീസിലൊക്കെ ഉള്ളതാണല്ലോ, അങ്ങക്ക് അറിയാവുന്ന കാര്യമല്ലേ. അതുകൊണ്ട് നമുക്കൊന്ന് ദുആ ചെയ്യണം. അങ്ങ് ദുആ ചെയ്യുമോ? രോഗിയോട് പറയാണ്. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ദുആ ചെയ്യാം, ഉത്തരവുണ്ടല്ലോ. എന്നിട്ടോ മഹാനവറുകൾ ദുആഇന്റെ ആദാബിലേക്ക് കടന്നു. ദുആഇന്റെ അദബ് എന്താ? ആദ്യം അല്ലാഹുവിന് ഹംദ് പറയാം, പിന്നെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാം. ഇങ്ങനെയുള്ള ആദാബുകളൊക്കെ പാലിച്ചുകൊണ്ട് ദുആ തുടങ്ങുകയാണ്. ആദ്യമായി അല്ലാഹുവിന് ഹംദ് പറഞ്ഞു. ഹംദ് പറഞ്ഞിട്ട് ഹംദ് പറഞ്ഞതിന്റെ കൂടെ തന്നെ ഖുർആനിലെ ചില ആയത്തുകൾ, ഹംദുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തുകൾ പാരായണം ചെയ്തു. അത് കഴിഞ്ഞ് സ്വലാത്ത് ചൊല്ലി ഹബീബിന്റെ പേരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആഇന്റെ ഇടയിൽ സ്വലാത്ത് ചൊല്ലി 2 കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് ദുആ ചെയ്യാൻ തുടങ്ങി. മഹാനായ ഹസൻ ബസരി തങ്ങൾ പറയാണ്, ഞങ്ങളും കൈ ഉയർത്തി, എന്നിട്ടോ ഞങ്ങളും ദുആ ചെയ്തു. ദുആഇന് ആമീൻ പറഞ്ഞു. ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയം മഹാനവറുകൾ ദുആഇന്റെ വളരെ ആഴമുള്ള ഭാഗങ്ങളിലേക്ക് മനസ്സുകൊണ്ട് സഞ്ചരിച്ച് കണ്ണുനീരൊലിപ്പിച്ച് ഞങ്ങളെ മുഴുവനും കരയിച്ചു. എന്നിട്ടോ ദുആ അവസാനിച്ചു. ഞങ്ങൾ കൈ താഴ്ത്തി, മഹാനവറുകൾ കൈ താഴ്ത്തി. എന്നിട്ടോ നിശബ്ദമായി നിൽക്കുന്ന സദസ്സിനോട് പെട്ടെന്ന് അബൂ ഉസ്മാൻ തങ്ങൾ പറയാണ്, എല്ലാവരും സന്തോഷിച്ചോ, എല്ലാവരും സന്തോഷിച്ചോ. ദുആ ചെയ്ത രോഗിയായ മഹാനായ അബൂ ഉസ്മാൻ തങ്ങൾ പറയാം, എല്ലാവരും സന്തോഷിച്ചോ. ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ പോവാ. എന്താണെന്നറിയുമോ സന്തോഷ വാർത്ത? ഫവല്ലാഹി ലഖദ് ഇസ്തജാബല്ലാഹു ലക്കും, നമ്മൾ ഇപ്പോൾ ചെയ്ത ദുആഇന് അല്ലാഹു ഉത്തരം ചെയ്തു കഴിഞ്ഞു. പടച്ച തമ്പുരാൻ ഈ ദുആ സ്വീകരിച്ചു കഴിഞ്ഞു. എല്ലാവരും സന്തോഷിച്ചു, എല്ലാവരും സന്തോഷിച്ചു. അപ്പൊ മഹാനായ ഹസൻ ബസരി തങ്ങൾ ചോദിച്ചു, അല്ല തങ്ങളെ, എന്താ ഈ ദുആഇന് പെട്ടെന്ന് ഉത്തരം കിട്ടി എന്ന് നിങ്ങൾ പറയാൻ കാരണം? അള്ളാഹുവിനെ കുറിച്ച് എന്തേ നിങ്ങൾ ഇത്ര പ്രതീക്ഷയോടുകൂടെ പറഞ്ഞത്? അപ്പൊ മഹാനായ അബൂ ഉസ്മാൻ തങ്ങൾ പറയാണ്, ഞാൻ അള്ളാഹുവിന്റെ കാര്യത്തിൽ വല്ലാത്ത പ്രതീക്ഷയുള്ള ആള് തന്നെയാണ്. എന്താ കാരണം എന്നറിയോ? ഹസൻ ബസരിയെ, ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ, നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധമനുസരിച്ച് അങ്ങ് ഒരു കാര്യം എന്നോട് പറഞ്ഞാൽ ലസദ്ദഖതുക, ഞാൻ അങ്ങയെ വിശ്വസിക്കുമല്ലോ. നമ്മൾ രണ്ടാളും തമ്മിൽ ഉള്ള ഇരിപ്പുവശം വെച്ചിട്ട്, നമ്മൾ രണ്ടാളും തമ്മിലുള്ള സ്നേഹ സൗഹാർദ്ദം വെച്ച് അങ്ങ് എന്നോടൊരു കാര്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമോ? തീർച്ചയായിട്ടും വിശ്വസിക്കുമല്ലോ. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം അങ്ങയോട് പറഞ്ഞാൽ അങ്ങ് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കൂ? ഉറപ്പായിട്ടും വിശ്വസിക്കും. അങ്ങ് വലിയ മഹാനല്ലേ. രോഗിയായ അബൂ ഉസ്മാൻ തങ്ങൾ പറയാം, എന്നാൽ താങ്കൾ പറയുന്നത് ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഫകൈഫ ലാ ഉസദ്ദിഖുഹു വഹുവ യഖൂലു ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നെ വിളിച്ച് ദുആ ചെയ്യ് എന്ന് പറഞ്ഞ അല്ലാഹുവിനെ ഞാൻ എന്തിനു വിശ്വസിക്കാതിരിക്കണം? അങ്ങയെപ്പോലുള്ളവരെ വിശ്വസിക്കാമെങ്കിൽ എന്നെ വിളിച്ച് ദുആ ചെയ്യുന്നവന് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് പറഞ്ഞ അല്ലാഹുവിനെ ഞാൻ എന്തിനു വിശ്വസിക്കാതിരിക്കണം? അപ്പൊ അല്ലാഹു എന്തായാലും ഉത്തരം ചെയ്യും, ഞാനത് ഉറപ്പിച്ചു കഴിഞ്ഞു. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഒരു പ്രതീക്ഷ വേണേ, അള്ളാഹു ഉത്തരം ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ വേണം. ആ സദസ്സ് അവിടെ പിരിഞ്ഞു. മഹാനായ ഹസൻ ബസരി തങ്ങളുടെ കൂടെയുള്ളവരെയും കൂട്ടി മഹാനവറുകൾ നടന്നു. മൗനമാണ് എല്ലാവർക്കും. ഹസൻ ബസരി എല്ലാവരോടും പറഞ്ഞു, മഹാനായ അബൂ ഉസ്മാൻ എന്ന മഹാനായ മനുഷ്യൻ പറഞ്ഞത് സത്യമാണ്. ആ മഹാൻ എന്നെക്കാളും ഫിഖ്ഹ് അറിയുന്ന മഹാനാണ്, എന്നെക്കാളും അറിവുള്ള മഹാനാണ്, വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. അങ്ങനെയാണ്. അപ്പൊ ദുആ ചെയ്യുമ്പോൾ ഉത്തരം കിട്ടുമെന്നൊരു പ്രതീക്ഷ മനസ്സിൽ ഉറപ്പിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഉത്തരം എന്നത് 4 രൂപത്തിൽ വരുന്ന. ചിലപ്പോ ചോദിക്കാത്തതായിരിക്കും അള്ളാഹു തരാം, ചിലപ്പോ ചോദിച്ചു തന്നെ ഒരല്പം വൈകിയാണെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ ആണെങ്കിലും. മൂന്നാമത് അള്ളാഹു ചെയ്യുന്നത് ചോദിച്ചതിന് മൂന്നാമത് അള്ളാഹു ചെയ്യുന്നത് ഈ ചോദിച്ച കാര്യത്തെ മുഴുവനും അള്ളാഹു ഒരു ഇബാദത്താക്കി കളയും. 4ാമത് അള്ളാഹു പാപം പൊറുക്കും. ഇങ്ങനെയൊക്കെ അള്ളാഹു പ്രതികരിക്കാം.
ഈ നാലാൽ ഒരു അവസ്ഥയിൽ അള്ളാഹുവിന്റെ ഉത്തരം ഉണ്ട്. ഇത് നാം മനസ്സിലാക്കിയിട്ട് അള്ളാഹുവോട് ദുആ ചെയ്യാം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചോനെ, മൂസ അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചോദിച്ചു, അയ്യു സാഅത്തിൻ അദ്ഉക യാ റബ്ബി, പടച്ചോനെ എപ്പോ ദുആ ചെയ്താലും ഉത്തരമുണ്ട്, എന്നാലും നിനക്ക് ഇഷ്ടമുള്ളൊരു സമയം ഉണ്ടാവൂല, നിനക്കിഷ്ടം അല്ലാഹുവേ എപ്പോൾ ദുആ ചെയ്താലും ഉത്തരമുണ്ട്, എന്നാലും അയ്യു സാഅത്തിൻ അദ്ഉക യാ റബ്ബി ഫയസ്തജീബു ലി ഫതസ്തജീബു ലി ഫീഹാ, റബ്ബേ എനിക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ ഞാൻ എപ്പോഴാണ് ദുആ ചെയ്യേണ്ടതെന്ന് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ മറുപടി കേട്ടോ, അൻത അബ്ദീ വ അന റബ്ബുക, മൂസാ നബിയെ അങ്ങ് എന്റെ അടിമയാണ്, ഞാൻ അങ്ങയുടെ റബ്ബാണ്. ഫമത്താ ദഅൗതനി അസ്തജിബ് ലക, അതുകൊണ്ട് അങ്ങ് എപ്പോ ദുആ ചെയ്താലും ഞാൻ അങ്ങേക്ക് ഉത്തരം ചെയ്യും. മഹാനായ മൂസ അലൈഹിസ്സലാം വീണ്ടും അല്ലാഹുവിനോട് ആവർത്തിച്ചു, അല്ലാഹുവേ എപ്പോ ദുആ ചെയ്താലും നീ ഉത്തരം ചെയ്യും, എന്നാലും ചോദിക്കാ, നിനക്ക് ഏറ്റവും ഇഷ്ടം എപ്പോഴാണ് ഞാൻ ദുആ ചെയ്യാൻ? അല്ലാഹു പറഞ്ഞു, എപ്പോ വേണമെങ്കിലും ചെയ്തോ, ഞാൻ ഉത്തരം ചെയ്യാം. മൂന്നാമത് മൂസ അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ മറുപടി രാവിന്റെ ഏറെ വൈകിയുള്ള നേരം, അർദ്ധരാത്രി എന്നൊക്കെ പറയാൻ പറ്റുന്ന രാവിന്റെ അറ്റം, സുബഹിയോട് മുന്നേയായി, ആ സമയത്ത് ദുആ ചെയ്ത് ഉത്തരം കിട്ടും. ചൂത് കളിക്കുന്നവൻ പോലും ആ നേരത്ത് ദുആ ചെയ്താൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് അല്ലാഹ് പറഞ്ഞു അത്രേ. ഇങ്ങനെയാ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത്. ചൂതാട്ടം നടത്തുന്നവൻ അവൻ പോലും ദുആ ചെയ്ത് ഉത്തരവുണ്ടെന്ന് ആ നേരത്ത്. ഏത് നേരം? തഹജ്ജുദിനൊക്കെ എഴുന്നേറ്റിട്ട് നമ്മൾ രാത്രി ഉറങ്ങി ഒന്ന് സുബഹിക്ക് മുമ്പ് ഇത്തിരി നേരത്തെ എണീക്കണം. എന്നിട്ട് നമ്മൾ ഉളൂ ചെയ്ത് 2 റക്അത്തൊക്കെ നിസ്കരിച്ചിട്ട് അങ്ങോട്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഉത്തരവുണ്ട്. ഒരു ദിവസം ചോദിച്ചാൽ അന്ന് കിട്ടുമായിരിക്കും, അല്ലെങ്കിലോ രണ്ടാമത് ചോദിക്കേണ്ടി വരും. ആ നേരത്ത് ദുആഇന് ഉത്തരമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹു നമ്മുടെ സ്വഭാവം വെച്ചുകൊണ്ട് ചിലപ്പോൾ ദുആഇന്റെ ഉത്തരം തടഞ്ഞേക്കാം. അങ്ങനെയുണ്ട്. നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റവും അനുസരിച്ച് അള്ളാഹു നമ്മുടെ ദുആ തടയും. 7 രീതിയിലുള്ള ദുആഇന്റെ തടസ്സം 7 രീതിയിൽ നമുക്ക് ബോധ്യപ്പെടും. അള്ളാഹു മനുഷ്യർക്ക് ദുആഇന് ഉത്തരം നൽകാത്തതിന് 7 കാരണങ്ങളുണ്ട്. ചില തസവുഫിന്റെ പണ്ഡിതന്മാരോട് പലരും ചോദിച്ചു, ഞങ്ങൾ ഒരുപാട് ദുആ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ, എന്താണ് കാരണമെന്ന് മഹാന്മാരായ തസവുഫിന്റെ ആലിമീങ്ങളോട് ചില ജനങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർ കൊടുത്ത മറുപടി കേട്ടോ, അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം ചെയ്യുമെന്നാണല്ലോ ഖുർആനിലുള്ളത്, പിന്നെന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല? കിട്ടാത്തതിന്റെ കാരണം കേട്ടോ, ലിഅന്ന ഫീകും സബ്അ ഖിസാലിൻ തംനഉ ദുആഅകും മിനസ് സമാ, നിങ്ങൾ ചെയ്യുന്ന ദുആഇന്റെ ഉത്തരം കിട്ടാത്തതിന് നിങ്ങൾക്ക് 7 അനുഭവങ്ങൾ, 7 പ്രശ്നങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് 7 കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ദുആക്ക് ഉത്തരമില്ലാത്തത്. 7 കാര്യങ്ങളോ? അതെ, 7 കാര്യങ്ങൾ. ഒന്നാമത്തേത്, ഇന്നക്കും അസ്ഖത്തും റബ്ബക്കും വലം തത്ലുബൂ റിളാഹു, നിങ്ങൾ അല്ലാഹുവിന് കോപമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാ ചെയ്യുന്നത്, റബ്ബിന്റെ പൊരുത്തം കിട്ടാനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ റബ്ബിനെ കോപിപ്പിക്കുകയാണ്, റബ്ബിനെ പ്രകോപിപ്പിക്കുകയാണ്, റബ്ബിന് പ്രകോപനമുണ്ടാകുന്ന തെറ്റുകൾ നിങ്ങൾ ചെയ്യാണ്. നിങ്ങൾക്കാണെങ്കിൽ ഖേദമല്ല, നിങ്ങൾ അത് ഒഴിവാക്കുന്നില്ല. ഈ ഒരു കാരണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുആഇന് ഉത്തരമില്ല. രണ്ടാമത്തേത്, ഇന്നക്കും തഖൂലൂന നഹ്നു അബീദുല്ലാഹി വലാ തഅമലൂന അമലൽ അബീദി, നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളാണെന്ന് പലപ്പോഴും പറയാറുണ്ട്, പക്ഷേ അടിമയുടെ യജമാനന് ചെയ്യുന്ന ദാസ്യവേലകളൊന്നും നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ. അടിമ എന്ന് പറഞ്ഞാൽ യജമാനൻ പറയുന്ന എല്ലാം അനുസരിക്കുന്ന ആളാണ്, ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുന്ന ആളാണ്. ഈ ഒരു രീതി അള്ളാഹുവിനോട് നിങ്ങൾക്കില്ലല്ലോ. മൂന്നാമത് നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ ദുആഇന് ഉത്തരം കിട്ടാത്ത മൂന്നാമത്തെ കാര്യം, ഇന്നക്കും തഖറഊനൽ ഖുർആന വലം തതഅഹദൂ ഹുറൂഫഹു, പരിശുദ്ധ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഖുർആനിനോടുള്ള ആദരവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ദുആഇന് ഉത്തരമില്ല.
നാലാമത്തെ കാര്യം, ഇന്നക്കും തഖൂലൂന നഹ്നു ഉമ്മത്തു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലം തഅമലൂ ബിസുന്നത്തിഹി. ഹബീബിന്റെ സമുദായമാണെന്ന് പറയുന്ന പ്രവാചക സ്നേഹത്തിന്റെ ഊറ്റം കൊള്ളുന്നവരായിരിക്കും നിങ്ങൾ. പക്ഷെ ആ പറച്ചില് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സുന്നത്തുകൾ കാണുന്നില്ല. ഹബീബിന്റെ സുന്നത്ത് ഒഴിവാക്കിയ ആൾക്കും ദുആഇൻ ഇജാബത്തില്ല. അഞ്ചാമത്തെ കാരണം, ഇന്നക്കും തഖൂലൂന ഇന്നദ് ദുനിയാ ഇൻദല്ലാഹി ലാ തുസാവി ജനാഹ ബഊദത്തിൻ. ദുനിയാവ് പടച്ചോൻ പരിഗണിക്കാത്ത ലോകമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ ദുനിയാവ് കിട്ടിയാലാ പറ്റൂ. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടോ? നിങ്ങളുടെ ദുആക്ക് ഇജാബത്തില്ല. പിന്നെ പറഞ്ഞു ആറാമത്തേത്, ദുനിയാവ് നശിച്ചു പോകുമെന്ന് വിശ്വസിക്കുന്നവരാ നിങ്ങൾ, അല്ലെങ്കിൽ ദുനിയാവ് നശിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ എന്ന് പറയുന്നവരാണ് നിങ്ങൾ. ഞങ്ങൾ ദുനിയാവ് നശിക്കുമെന്ന് വിശ്വസിക്കുന്നവരാ, അങ്ങനെ പറയാറില്ലേ? എന്നിട്ടും നിങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് നശിക്കാത്ത ലോകം എന്ന പോലെ ശാശ്വതമായ ജീവിതത്തെ കരുതിയാണല്ലോ ഇവിടെ ജീവിക്കുന്നത്. ചിലരുടെ ജീവിത രീതി കണ്ടാൽ തന്നെ എക്കാലത്ത് ഇവിടെ ഉണ്ടാവുന്ന തോന്നിപ്പോവാ. ആ ഒരു രീതി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം ചെയ്യൂല. ഏഴാമത്തേത്, ഇന്നക്കും തഖൂലൂന ഇന്നൽ ആഖിറത ഖൈറും മിനദ് ദുനിയാ വലാ തജ്ഹദൂന ഫീ ത്വലബിഹാ വതഖ്താറുന ദുനിയാ അലൽ ആഖിറ. ആഖിറം എന്ന് പറയും, പരലോക വിജയം എന്ന് പറയും. എന്നിട്ടോ പരലോകത്തിന് വേണ്ടി നിങ്ങളൊന്നും ചെയ്യുന്നില്ല, ദുനിയാവിന്റെ പുറകെ പോകുന്ന കാണുന്നത്. ഈ 7 നിലയിലുള്ള നിലപാടുകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ദുആഇന് ഇജാബത്തില്ല എന്ന് മഹാന്മാര് പറയുകയാണ്. അങ്ങനെയാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് ഉത്തരം ചെയ്യല്ലേ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും റബ്ബുമായുള്ള ഒരു സംഭാഷണം ഹദീസിൽ കാണാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ 2 ആളുകൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരാൾ നല്ലൊരു മുത്തഖിയായ നല്ലൊരു മനുഷ്യൻ, മറ്റേയാൾ അത്രയും നല്ലതല്ല. അയാളൊരു നിഷേധിയാണ്, ഒരു ചട്ടമ്പിയാണ്. ഈ 2 പേര് ദുആ ചെയ്തിട്ട് അള്ളാഹു ചട്ടമ്പിയായ മനുഷ്യന്റെ ദുആഇന് പെട്ടെന്ന് ഉത്തരം കൊടുത്തു. മറ്റേ മൂമിനായ സത്യവിശ്വാസിയായ നല്ല മനുഷ്യന്റെ ദുആഇന് അള്ളാഹു ഉത്തരം കൊടുത്തില്ല. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, പടച്ചോനെ എന്താ ഈ ചെയ്തത്? അള്ളാഹു പറഞ്ഞു ജിബ്രീലിനോട്, ജിബ്രീലെ, നല്ല മനുഷ്യൻ എന്നോട് ദുആ ചെയ്തപ്പോൾ ഞാൻ അയാൾക്ക് പെട്ടെന്ന് ഉത്തരം കൊടുത്തില്ല. എന്നാൽ ആ ചട്ടമ്പിയായ, ആ കേടിയായ, ആ തെമ്മാടിയായ മനുഷ്യൻ ദുആ ചെയ്തപ്പോൾ പെട്ടെന്ന് ഉത്തരം കൊടുത്തു. എന്താ കാര്യം എന്നറിയോ ജിബ്രീലെ? ആ നല്ല മനുഷ്യന്റെ ഇഖ്ലാസ് കലർന്ന ദുആഇന്റെ ശബ്ദം ഇനിയും എനിക്ക് കേൾക്കണം ജിബ്രീൽ. എനിക്ക് അത് ഇഷ്ടമായതുകൊണ്ട് ആദ്യം തന്നെ അയാൾ ദുആ ചെയ്തപ്പോ ഉത്തരം കൊടുത്താൽ പിന്നെ അയാൾ ആ കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യില്ലല്ലോ. അപ്പൊ എനിക്കത് വീണ്ടും കേൾക്കാൻ വേണ്ടിയിട്ടാണ്. നിഷേധിയുടെ ശബ്ദം ഞാൻ കേട്ടപ്പോൾ എനിക്ക് ആ ശബ്ദം അസ്വസ്ഥമാണ്. എത്രയും പെട്ടെന്ന് അവനെ ഒഴിവാക്കിയേ പറ്റൂ. ഞാൻ അതുകൊണ്ട് വേഗം അവന്റെ ശബ്ദം കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഉത്തരം കൊടുത്ത് ഒഴിവാക്കിയതാണ്. അപ്പൊ ദുആ വൈകി വരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, അതിന്റെ ഇജാബത്ത് വൈകി വരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമുക്ക് റബ്ബിനോട് അത്രയും വലിയ ബന്ധമുണ്ടെന്ന, അള്ളാഹുവിനോട് നമ്മോട് ഭയങ്കര ഇഷ്ടമുണ്ടെന്ന് അതിനർത്ഥം. ഈ രീതിയിലാണ് മഹാന്മാരായ തസവുഫിന്റെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. നോക്കിക്കോ, 4 വിഭാഗം ആളുകൾക്ക് ഒരിക്കലും വിജയമില്ല. 4 വിഭാഗം ആളുകൾക്ക് ഒരിക്കലും വിജയമില്ല. 4 വിഭാഗം ആളുകൾ കേട്ടോ. ഈ 4 വിഭാഗം എന്ന് പറഞ്ഞാൽ ഈ 4 ഗുണങ്ങളുള്ള 4 സെറ്റ് ആളുകളാണ്. ഈ 4 ഗുണവും നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പൊ നമുക്ക് വിജയമില്ല. ഞാൻ വെറുതെ പറയാലോ, നോക്കിക്കോ സംഭവം. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഒന്നാമത്തേത് അല്ലദീ യബ്ഖുലു ബിസ്സലാത്തി വസ്സലാമി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിൽ പിശുക്കുള്ള മനുഷ്യന് വിജയമില്ല. ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന വിഷയത്തിൽ പിശുക്ക് കാണിക്കുന്നവന് ആഖിറവും വിജയമില്ല. രണ്ടാമത്തെ വിഭാഗം നോക്കിക്കോ, അല്ലദീ ലാ യുജീബുൽ മുഅദ്ദിന. വാങ്ക് വിളിക്കുന്നത് കേൾക്കുമ്പോൾ മുഅദ്ദിൻ പറയുന്ന വാങ്കിന്റെ വാക്കുകൾക്ക് മറുപടി പറയാത്ത ആൾക്കും
അള്ളാഹു വിജയം കൊടുക്കൂല. അല്ലെ, വാങ്കുളിക്കുമ്പോ മറുപടി പറയണ്ടായിരുന്നു, ഒന്ന് മിണ്ടാതിരുന്ന മതി. മൂന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണെന്നറിയുമോ? മനിസ്തആന ബിഹി ഇൻസാനും ബിഖൈരിൻ ഫലാ യുഈനുഹു. ഒരു നന്മ തേടി വന്നവനെ നന്മയുടെ വിഷയത്തിൽ സഹായിക്കാത്തവൻ ഒരിക്കലും വിജയിക്കൂല. നാലാമത്തെ വിഭാഗം നമ്മുടെ വിഷയമാണ്. നാലാമത്തെ വിഭാഗം അല്ലദീ യഅ്ജുസു അൻ യദ്ഉ ലിനഫ്സിഹി വലിൽ മുഅ്മിനീന ദുബറ സ്വലാത്തിഹി. നിസ്കാരശേഷം മുഅ്മിനീങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരത്തിനും വേണ്ടി ദുആ ചെയ്യാത്തവൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എണീറ്റിട്ട് ഒറ്റ ഓട്ട. നിസ്കാരശേഷം ദുആ ചെയ്യണമെന്നാ. നിസ്കാരശേഷം ദുആ ഒഴിവാക്കുന്ന മനുഷ്യനും വിജയമില്ല. സ്വന്തം ശരീരത്തിനും ദുആ ഇറക്കണം, മുഅ്മിനീങ്ങൾക്കും വേണ്ടി ദുആ ഇറക്കണം, അല്ലാത്തവന് വിജയമില്ല. ഈ 4 വിഭാഗത്തിന് അള്ളാഹു ഒരിക്കലും വിജയം കൊടുക്കൂല. അങ്ങനെയാണ് ദുആ ചെയ്ത് ഉത്തരം നേടുന്ന ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ ദുആക്ക് ഉത്തരം ഉണ്ടെന്ന് നമുക്കൊരു വിശ്വാസം തോന്നും വിധം നമ്മൾ നന്നാവണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ അള്ളാഹു നമുക്ക് വിജയം തരും. അതിന് ആദ്യം ഹറാമായ മുതൽ തിന്നാതെ ശ്രദ്ധിക്കണം. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞത്, മോനെ നിന്റെ ദുആക്ക് ഉത്തരം ഉണ്ടെന്നാ. കുറച്ചു ദിവസം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോ നബിയോട് പറയാണ്, നബിയെ ഇപ്പൊ എന്റെ ദുആക്ക് ഉത്തരമില്ലല്ലോ നബിയെ. മോനെ നീ ഹറാം എവിടെതെങ്കിലും കഴിക്കാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ടാ. അറിയാതെ വന്നു പോകാം അകത്ത്, അറിഞ്ഞത് കരുതിക്കൂട്ടി തിന്നുന്ന ആളുകളുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഏറെക്കുറെയൊക്കെ ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. തൽക്കാലം ഈ ചാപ്റ്റർ ഇവിടെ നിർത്തുകയാണ്. പുതിയൊരു വിഷയവുമായി അടുത്ത ദിവസം നമുക്ക് സംഗമിക്കാം. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹുവേ, ഞങ്ങളെ സ്വീകരിക്ക തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നിനക്കറിയാം തമ്പുരാനെ. നീ മാപ്പാക്കണേ അല്ലാ. അള്ളാഹുവേ റബ്ബേ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ, സ്നേഹിക്കുന്നവരെ സ്നേഹിക്കണേ അല്ലാ. ഈ അടുത്ത ദിവസം ഒരു വിവാഹം നടന്നു കാണേണ്ടതുണ്ട്. സാമ്പത്തികമായ പ്രയാസങ്ങളുള്ള ഒരു കുടുംബമാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. റബ്ബേ, നീ എല്ലാം എളുപ്പമാക്കണേ അല്ലാ. റബ്ബേ, കാര്യങ്ങൾ റാഹത്താക്കി കൊടുക്കണേ അല്ലാ. അവരെ സാമ്പത്തികമായി സഹായിക്കുന്നവരുണ്ട് തമ്പുരാനെ, അവർക്ക് നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകുക അല്ലാ. മാരക രോഗങ്ങൾ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ തന്നതിൽ മുഴുവനും ബറക്കത്ത് നൽകണേ അല്ലാ. തരാൻ ഉദ്ദേശിച്ചതിൽ ബറക്കത്ത് നൽകുക അല്ലാ. ഞങ്ങളുടെ പ്രവാസികളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സ്വഗാറ. ദഅവാഹും ഫിഹാ സുബ്ഹാനക അല്ലാഹുമ്മ വതഹിയ്യതുഹും ഫിഹാ സലാം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.